പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഈ പാഠത്തിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ഹോംവർക്ക് ചെയ്തോ? എല്ലാവരും സയൻസ് ഡയറിയിൽ നിന്ന് എടുത്തേ. ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മഗ്നീഷ്യവും ജലവും തമ്മിൽ പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏത്? എന്താണ് നിങ്ങൾ ആൻസർ എഴുതിയത്? വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഹോട്ട് വാട്ടർ? മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. റൈറ്റ് ഡൗൺ ഇറ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഈ മുകളിൽ പറഞ്ഞ രാസപ്രവർത്തനത്തിൻ്റെ സമീകൃത രാസസമവാക്യം എഴുതുക. എങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതിയത്? ഇതുപോലെയാണോ? Mg plus 2H2O gives MgOH twice plus H2. ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. വിച്ച് മെറ്റൽ ഡസൻറ്റ് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ ആസ് വെൽ ആസ് ഹോട്ട് വാട്ടർ? ഏത് ലോഹമാണ് തണുത്ത ജലവുമായിട്ടും ചൂടുള്ള ജലവുമായിട്ടും പ്രവർത്തിക്കാത്തത്? കോപ്പർ, Cu. അപ്പോൾ എല്ലാവരും മിടുക്കന്മാരായിട്ട് ഹോംവർക്ക് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്താണ്? അതെ, ലോഹങ്ങളും ജലവുമായുള്ള പ്രവർത്തനം. റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് വാട്ടർ. അതിൻ്റെ 2ാമത്തെ റിയാക്ഷൻ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. അതെ, ലോഹങ്ങളും വായുവുമായിട്ടുള്ള പ്രവർത്തനം. റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് എയർ. എങ്കിൽ നമുക്ക് അതിനായി ഒരു പരീക്ഷണം ചെയ്താലോ? നിങ്ങളെല്ലാവരും ഈ സോഡിയം എന്ന മെറ്റൽ സൂക്ഷിച്ച് നോക്കുക. അതിൻ്റെ നിറവും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിതിനെ കത്തി ഉപയോഗിച്ച് മുറിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ആ മുറിച്ച ഭാഗം നേരത്തെ ഉള്ള നിറമാണോ ഇപ്പം മുറിച്ച ഭാഗത്തിനുള്ളത്? നിങ്ങൾ ഈ സോഡിയത്തിൻ്റെ പുറം ഭാഗത്തെ നിറം ശ്രദ്ധിക്കൂ. അതുപോലെ സാറ് കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ നിറവും ശ്രദ്ധിക്കൂ. രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? എന്താ നിങ്ങൾ കാണുന്നത്? മുറിച്ച ഭാഗത്ത് നല്ല തിളക്കമുള്ളതായി കാണാം അല്ലേ? നിങ്ങളെല്ലാവരും ഈ പരീക്ഷണം ശ്രദ്ധിച്ച് കണ്ടില്ലേ? സോഡിയത്തിൻ്റെ ആ മുറിച്ച ഭാഗത്ത് നല്ല തിളക്കമുള്ളതായി നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലേ? ലോഹങ്ങളുടെ ഒരു പ്രത്യേകത നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലോഹങ്ങൾ മുറിക്കുന്ന ഭാഗത്ത് നല്ല തിളക്കമുണ്ട്. ഈ തിളക്കത്തിനൊരു പേര് പറയും. എന്താണത്? മെറ്റാലിക് ലെസ്റ്റർ, ലോഹദ്യുതി. മെറ്റാലിക് ലെസ്റ്റർ എന്നാൽ എന്താണ്? ഫ്രഷ്ലി കട്ട് പീസ് ഓഫ് മെറ്റൽ ഹാസ് എ ഷൈനിങ് അപ്പിയറൻസ്. ദിസ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് മെറ്റാലിക് ലെസ്റ്റർ. ഇവിടെ എന്തുകൊണ്ടാവാം സോഡിയത്തിൻ്റെ
ഷൈനിങ് ഫെയ്ഡായത്? നമ്മൾ വായുവിൽ സോഡിയം തുറന്നു വെച്ചിരുന്നാൽ സോഡിയം ഏതോ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. എന്തായിരിക്കാം ആ പ്രവർത്തനം? ഇവിടെ മറ്റ് അഭികാരങ്ങൾ റിയാക്റ്റൻസ് ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. അപ്പോൾ ഇവിടെ സോഡിയം അതിന് ചുറ്റുമുള്ള വായുവുമായിട്ട് പ്രവർത്തിക്കുന്നു. സോഡിയം റിയാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫറിക് എയർ. ഈ വായുവിൽ എന്തൊക്കെയുണ്ട്? വാട്ട് ആർ ദ കമ്പോണൻസ് പ്രസൻസ് ഇൻ എയർ? പറയൂ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അതെ, ഈർപ്പം അല്ലെങ്കിൽ മോയിസ്റ്റർ, നൈട്രേൻ, അതെ, നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒട്ടനവധി കമ്പോണൻസ് നമ്മുടെ അറ്റ്മോസ്ഫറിക് എയറിൽ ഉണ്ട്. സോഡിയം വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് സോഡിയം ഓക്സൈഡ് ഉണ്ടാകുന്നു. Na+O2 gives 2Na2O. തുടർന്ന് സോഡിയം ഓക്സൈഡ് അന്തരീക്ഷ വായുവിലെ ഈർപ്പവുമായിട്ട് അല്ലെങ്കിൽ ജലാംശവുമായി ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. Na2O + H2O gives NaOH. തുടർന്ന് അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ച് എന്തായി മാറുന്നു? സോഡിയം കാർബണേറ്റ്, അല്ലേ? 2NaOH + CO2 gives Na2CO3 + H2O. അപ്പോൾ ഇവിടെ ഉണ്ടായ സോഡിയം ഓക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം കാർബണേറ്റ് ഇതെല്ലാം സോഡിയത്തിൻ്റെ ഉപരിതലത്തിൽ പറ്റിയിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഷൈനിങ് നഷ്ടപ്പെടുന്നത്. ഇനി ഞാൻ നിങ്ങളെ മഗ്നീഷ്യം കാണിക്കുകയാണ്. ഇത് നമ്മുടെ സ്കൂൾ ലാബിൽ നിന്നെടുത്ത മഗ്നീഷ്യം റിബണാണ്. ഇത് നമ്മൾ ഇന്നാൾ കണ്ടു, അല്ലേ? ഇതിൻ്റെ ഉപരിതലം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് പുതുതായി വാങ്ങിയ മഗ്നീഷ്യം റിബണാണ്. ഇത് രണ്ടും നിങ്ങളൊന്ന് താരതമ്യം ചെയ്തേ. എന്താണ് വ്യത്യാസം കാണുന്നത്? പുതുതായി വാങ്ങിയ മഗ്നീഷ്യം റിബണിന് നല്ല ഷൈനിങ് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിക്ക് എന്താണ് പറയുന്നത്? മെറ്റാലിക് ലെസ്റ്റർ. പക്ഷേ കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നു, അല്ലേ? അതിൻ്റെ ഷൈനിങ് നഷ്ടപ്പെടുന്നു. അതെന്തുകൊണ്ടാവാം? നമ്മൾ നേരത്തെ സോഡിയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ മഗ്നീഷ്യം അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. മഗ്നീഷ്യത്തിൻ്റെ വായുവുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ സമീകൃത രാസസമവാക്യം നമുക്കൊന്ന് എഴുതിയാലോ? 2Mg + O2 gives 2MgO. ആ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഒരു കവറിംഗ് ആണ് ഇതിന് ചുറ്റും കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഗ്ലേസിംഗ് നഷ്ടപ്പെടുന്നത്. സോഡിയം അന്തരീക്ഷ വായുവുമായി പ്രവർത്തിച്ചത് നമ്മൾ നേരത്തെ കണ്ടു, അല്ലേ? എത്രയും പെട്ടെന്നാണ് സോഡിയം അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ച് അതിൻ്റെ ഷൈനിങ് നഷ്ടപ്പെട്ടത്. അതുപോലെ ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് പാത്രമാണ്. ഏത് മെറ്റലാണെന്ന് അറിയാമോ? അതെ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, അലൂമിനിയം, അല്ലേ? അടുത്തതായി നമുക്ക് മറ്റേ പാത്രം കൂടി ശ്രദ്ധിക്കാം. ഇതും അലൂമിനിയം പാത്രം തന്നെയാണ്. പക്ഷേ ഇത് വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരുന്നൊരു പാത്രമാണ്. ഇതിലൊരു ഹോളുള്ളതുകൊണ്ട് മാറ്റിവെച്ചിരുന്നു. ഈ രണ്ട് പാത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അലൂമിനിയം എന്ന മെറ്റൽ കൊണ്ടാണ്. ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾ നോക്കിയേ. എന്ത് വ്യത്യാസം കാണാം? പുതുതായി വാങ്ങുന്ന അലൂമിനിയം പാത്രങ്ങൾക്ക് നല്ല തിളക്കമുണ്ടാകും. കാലക്രമേണ അലൂമിനിയം പാത്രങ്ങളുടെ നിറം നഷ്ടപ്പെടും. ഇതെന്തുകൊണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും, അല്ലേ? അലൂമിനിയം ഒരു മെറ്റലാണ്. ഇത് അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അലൂമിനിയം ഓക്സൈഡിൻ്റെ ഒരാവരണം ഉണ്ടാകുന്നു. അതാണിതാ, ഇതേ നോക്കിയേ, വെളുത്ത പൊടി കണ്ടില്ലേ? ഇത് നമുക്ക് കൈകൊണ്ട് തുടച്ചാൽ പോകും. ഇത് അലൂമിനിയം ഓക്സൈഡിൻ്റെ പൊടിയാണ്. അപ്പോൾ അലൂമിനിയവും വായുവുമായിട്ട് പ്രവർത്തിക്കും. അലൂമിനിയം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം അലൂമിനിയം ഓക്സൈഡ്. ഇതിൻ്റെ രാസസമവാക്യം നിങ്ങളൊന്ന് എഴുതി സയൻസ് ഡയറിയിൽ സൂക്ഷിക്കണേ. ഇനി ഞാൻ നിങ്ങളെ
ഒരു കുഞ്ഞു കുടം കാണിക്കാൻ പോവുകയാണ്. ഇതുപോലുള്ള പാത്രങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ? ഇതെന്താണ്? പാത്രത്തിൻ്റെ നിറം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് എന്തുകൊണ്ട് നിർമ്മിച്ചതായിരിക്കാം. അതെ, ചെമ്പ് പാത്രമാണ്. ചെമ്പ് പാത്രങ്ങൾ ഇപ്പോൾ അപൂർവമായിട്ടേ വീട്ടിൽ കാണാറുള്ളൂ. ഒന്ന്, ഇതിന് വില കൂടുതലാണ്. എങ്കിലും നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങളുടെ അടിഭാഗത്ത് ചെമ്പ് ഉള്ളതായി നമുക്ക് കാണാൻ പറ്റും. ചെമ്പ് നല്ലൊരു താപചാലകമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ചെമ്പ് പാത്രം അമ്മുമ്മയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത് ഉപയോഗിക്കാതിരുന്നതാണ്. അതിൻ്റെ ഉപരിതലത്തിൽ ഏതോ ഒരു പച്ച നിറത്തിലുള്ളൊരു പദാർത്ഥം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാം. നമ്മുടെ പാവനാടകത്തിൽ ദേവു നിലവിളക്ക് കണ്ടപ്പോൾ അതിലൊരു സംശയം ചോദിച്ചു. പച്ച നിറത്തിലുള്ള ഒരു പദാർത്ഥം അല്ലേ? ഈ പദാർത്ഥത്തിൻ്റെ പേരെന്താണ്? അതെ, ക്ലാവ്, വെർഡിഗ്രിസ് അല്ലേ? ഞാൻ എന്നിട്ട് ആ ഭാഗം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ മറുവശമാണ് ഇത്. അവിടെ നല്ല തിളക്കമുണ്ട്. എന്തായിരിക്കാം കാരണം? ചെമ്പും അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുന്നു. അവിടെ ഉണ്ടായ പ്രോഡക്റ്റ് എന്താണ്? വെർഡിഗ്രിസ് അല്ലേ, ക്ലാവ്. നമ്മളിവിടെ 4 മെറ്റൽസിൻ്റെ വായുവുമായിട്ടുള്ള പ്രവർത്തനമാണ് പറഞ്ഞത്. ചെമ്പ് വായുവുമായിട്ട് പ്രവർത്തിച്ച് ക്ലാവ് ഉണ്ടാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളെ ഒരു സ്വർണ്ണമോതിരം കാണിക്കുകയാണ്. സാറ് സ്വർണം ഇടാറില്ല കേട്ടോ. ഇത് ചേട്ടൻ്റെ കയ്യിൽ നിന്നും എടുത്തതാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നല്ല തിളക്കമുണ്ടല്ലേ? സ്വർണ്ണാഭരണങ്ങൾക്കെല്ലാം നല്ല തിളക്കമുണ്ട്. ഇത് കുറേ നാളായി വാങ്ങിയത്, ഏകദേശം 3 വർഷം മുമ്പ് വാങ്ങിയ സ്വർണത്തിൻ്റെ മോതിരമാണ്. സ്വർണ്ണാഭരണങ്ങൾ കുറേ കഴിയുമ്പോൾ തിളക്കം നഷ്ടപ്പെടാറുണ്ടോ? ഇല്ല അല്ലേ? ഡസ് ദ ഷൈനിങ് ഓഫ് ഗോൾഡ് ഫെയ്ഡ് ഈവൻ ആഫ്റ്റർ എ ലോങ് ടൈം? പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിവിടെ 5 ലോഹങ്ങളാണ് പരിചയപ്പെട്ടത്. 5 ലോഹങ്ങളും അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ 5 ലോഹങ്ങളും ഒരുപോലെയാണോ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നത്? അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ? സോഡിയം വളരെ പെട്ടെന്ന് അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ചു. മഗ്നീഷ്യം കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ആവരണം ഉണ്ടാകുന്നത്. അലുമിനിയം പാത്രങ്ങൾ കുറേ മാസങ്ങൾ എടുക്കുമ്പോഴാണ് ഈ വെളുത്ത പൊടിയും മറ്റും അതിൻ്റെ മുകളിൽ വരുന്നത്, അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത്. ചെമ്പ് പാത്രങ്ങൾ ക്ലാവ് പിടിക്കാൻ ഒരുപക്ഷെ വർഷങ്ങളെടുക്കും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ തിളക്കം നഷ്ടപ്പെടാതിരിക്കും. അപ്പം ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി. ലോഹങ്ങൾ അന്തരീക്ഷവായുമായി പ്രവർത്തിക്കുന്ന വേഗത ഒരുപോലെയല്ല. മെറ്റൽസ് റിയാക്ട് വിത്ത് എയർ അറ്റ് ഡിഫറൻറ്റ് റേറ്റ്സ്. ഇനി നമുക്ക് ഈ 5 ലോഹങ്ങളുടെയും വായുവുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ വേഗതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ നമുക്കൊന്ന് ക്രമീകരിച്ചാലോ? അല്ലേ? സോഡിയമാണ് പെട്ടെന്ന് അല്ലെങ്കിൽ അത് തീവ്രമായിട്ട് വായുവുമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് ആര് വരും? സോഡിയം എന്ന ലോഹം വരും അല്ലേ? സോഡിയം മുറിച്ചു കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം തന്നെ അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടു അല്ലേ? എന്നാൽ മഗ്നീഷ്യം റിബൺ അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അല്ലേ? അതുകൊണ്ട് 2-ാം സ്ഥാനത്തേക്ക് ആര് വരും? മഗ്നീഷ്യം എന്ന ലോഹം വരും. മഗ്നീഷ്യം സോഡിയത്തിൻ്റെ അത്രയും വേഗതയിൽ പ്രവർത്തിക്കുന്നില്ല. അതുപോലെ അലൂമിനിയം പാത്രങ്ങൾ തിളക്കം നഷ്ടപ്പെടുന്നത് മാസങ്ങൾ കഴിഞ്ഞാണ് അല്ലേ? അതുകൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് ആര് വരും? അലൂമിനിയം വരും. നമ്മൾ പാത്രങ്ങളിലെല്ലാം
മാസങ്ങൾ കഴിഞ്ഞ് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ട് ഒരു വെളുത്ത പൊടിയൊക്കെ ആയി രൂപപ്പെടുന്നു അല്ലേ. ഇനി നമ്മൾ ചെമ്പിനെ പറ്റി പറഞ്ഞു അല്ലേ. ചെമ്പ് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ചെമ്പ് പാത്രത്തിൻ്റെ ഉപരിതലത്തിൽ മുഴുവൻ ക്ലാവ് പിടിക്കുന്നത്. അപ്പോൾ അടുത്ത സ്ഥാനത്തേക്ക് ചെമ്പ് കടന്നു വരും. ക്ലാവ് പിടിക്കാൻ കുറേ സമയമെടുക്കും. എന്നാൽ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടാത്ത ഒരു ലോഹം നമ്മൾ കണ്ടു. നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സ്വർണം അല്ലേ, അതാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നത്. അപ്പോൾ സാറ് ഈ ലോഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവയുടെ ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിൽ അല്ലേ. മെറ്റൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദയർ റിയാക്ടിവിറ്റി. ലോഹങ്ങളുടെ ക്രിയാശീലതയുടെ അവരോഹണക്രമത്തിലാണ് ഞാൻ ഈ ലോഹങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പഠിച്ച ഈ പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അതെ, മഗ്നീഷ്യം, കോപ്പർ, സ്വർണം, സോഡിയം, അലൂമിനിയം ഇതിൽ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഏതുമായി? വായുവുമായി. അവിടെ ഉത്തരം എന്താണ്? നമ്മൾ കണ്ടു, സോഡിയമാണ്. ഉത്തരം സോഡിയം. സോഡിയമാണ് വായുവുമായി പെട്ടെന്ന് പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എന്താണ് ക്വസ്റ്റ്യൻ? നമ്മളീ പറഞ്ഞ ലോഹങ്ങളെ ക്രിയാശീലതയുടെ അവരോഹണക്രമത്തിൽ ക്രമീകരിക്കുക. ലിസ്റ്റ് ഓഫ് ദ എബോവ് മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി വിത്ത് എയർ. ഒന്ന് ക്രമീകരിച്ചേ. ഇനി നമുക്ക് ലോഹങ്ങളും ആസിഡുകളുമായുള്ള പ്രവർത്തനം നോക്കാം. റിയാക്ഷൻസ് ഓഫ് മെറ്റൽ വിത്ത് ഡൈല്യൂട്ട് ആസിഡ്. അതിനുവേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്യാം. പരീക്ഷണത്തിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, 4 ടെസ്റ്റ് ട്യൂബുകൾ. ഇനി 4 ലോഹങ്ങൾ വേണ്ടേ? അതേതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇരുമ്പ്, അയൺ, മഗ്നീഷ്യം. മൂന്നാമതായി നമുക്ക് വേണ്ടത് കോപ്പർ. നാലാമതായി സിങ്ക്. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യമായി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഒഴിക്കുകയാണ്. അടുത്തതായി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിലും നമ്മൾ ആദ്യം ഒഴിച്ച അത്രയും അളവ്. 4 ടെസ്റ്റ് ട്യൂബിലും ഈക്വൽ എമൗണ്ട് ആയിരിക്കണം ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 4 ടെസ്റ്റ് ട്യൂബിലും തുല്യ അളവിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഈ 4 ലോഹങ്ങളെയും ഒരേ സമയം ഇടാം. നമുക്കറിയാം, ലോഹങ്ങളും ആസിഡുകളുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണെന്ന് അല്ലേ. ഹൈഡ്രജൻ വാതകം നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ അവിടെ കുമിളകളുണ്ടാകും, അതായത് ബബിൾസ് ഉണ്ടാകും അല്ലേ. അത് ഹൈഡ്രജൻ വാതകമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഹൈഡ്രജൻ വാതകം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എങ്കിലും അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തും അല്ലേ. അങ്ങനെ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു, നിങ്ങളും നിരീക്ഷിച്ച് കാണും അല്ലേ. മഗ്നീഷ്യം ഇട്ട ടെസ്റ്റ് ട്യൂബിൽ മഗ്നീഷ്യവും ആസിഡും തമ്മിലുള്ള പ്രവർത്തനം പൂർത്തിയായി. എന്നാൽ ചെമ്പിട്ട ടെസ്റ്റ് ട്യൂബ് ശ്രദ്ധിക്കൂ. എന്ത് കാണുന്നു? യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. അതായത് ചെമ്പ്
ആസിഡുമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഇനി നമ്മൾ ഇരുമ്പ് ഇട്ട ടെസ്റ്റ് ട്യൂബ് അയൺ ആസിഡുമായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കിയേ. ബബിൾസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഹൈഡ്രജൻ ഗ്യാസ്. പക്ഷേ വളരെ സാവധാനം മാത്രമേ ഈ രാസപ്രവർത്തനം നടക്കുന്നുള്ളൂ. അടുത്തതായി നമുക്ക് നാലാമത്തെ ടെസ്റ്റ് ട്യൂബ് പരിശോധിക്കാം. അതിൽ നമ്മൾ എന്തായിട്ടത് സിങ്ക്. ഇത് നോക്കിയേ, പ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ ഇരുമ്പിനേക്കാളും വേഗത്തിലാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. ബബിൾസ് കൂടുതൽ വേഗത്തിൽ വരുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്ത പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതെ, 4 ലോഹങ്ങളും ആസിഡുമായി വ്യത്യസ്ത വേഗതയിലാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ പ്രവർത്തിച്ച ലോഹം ഏതാണ്? മഗ്നീഷ്യം അല്ലേ, നമ്മൾ കണ്ടു. മഗ്നീഷ്യത്തിനേക്കാളും കുറഞ്ഞ വേഗതയിൽ പ്രവർത്തിച്ചത് ആരാണ്? അതെ, സിങ്ക്. സിങ്കിനേക്കാളും കുറഞ്ഞ വേഗതയിൽ ആസിഡുമായിട്ട് പ്രവർത്തിച്ച ലോഹം ഏതാണ്? അതെ, ഇരുമ്പ്, അയൺ. യാതൊരു പ്രവർത്തനത്തിലും ഏർപ്പെടാത്ത ലോഹം ഏതാണ്? കോപ്പർ. ഈ പറഞ്ഞതിൽ നിന്നും നമുക്കൊരു കാര്യം കൂടി വ്യക്തത വരുത്തണം. ലോഹങ്ങൾ ആസിഡുകളുമായിട്ട് പ്രവർത്തിക്കുന്ന വേഗത വ്യത്യസ്തമാണ്. അതായത് റിയാക്ഷൻസ് ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ് ഇൻ ഡിഫറൻറ്റ് സ്പീഡ്, ഡിഫറൻറ്റ് റേറ്റ്. എങ്കിൽ നമുക്ക് ഈ ലോഹങ്ങളെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ക്രമീകരിക്കാം? അറേഞ്ച് ദീസ് മെറ്റൽസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി. നമുക്ക് ലോഹങ്ങളുടെ ക്രിയാശീലതയുടെ അടിസ്ഥാനത്തിൽ നമുക്കവയെ ക്രമീകരിക്കാം. ഏറ്റവും നന്നായി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ക്രിയാശീലത കൂടിയ ലോഹം ഏതാണ്? അതെ, മഗ്നീഷ്യം. മഗ്നീഷ്യം ഏറ്റവും ടോപ്പിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. രണ്ടാം സ്ഥാനത്തേക്ക് വന്ന ലോഹം ഏതാണ്? ക്രിയാശീലതയിൽ രണ്ടാം സ്ഥാനം. അതെ, സിങ്ക്. മൂന്നാം സ്ഥാനം ഇരുമ്പ്, അയൺ. പ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത ലോഹം ഏതാണ്? അപ്പോൾ അതായിരിക്കും ഏറ്റവും ബോട്ടം, ഏറ്റവും താഴെ വരുന്നത് പ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത കോപ്പറാണ്. നമ്മൾ ചെയ്ത ഈ പ്രവർത്തനത്തിൽ നിന്നും നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് കുറിക്കാൻ ഒരു ചോദ്യം തരികയാണ്. ആസിഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ 4 ലോഹങ്ങളെയും അവയുടെ ക്രിയാശീലതയുടെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. അറേഞ്ച് ദീസ് മെറ്റൽസ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി വിത്ത് ആസിഡ്. ഇനി ടെക്സ്റ്റ് ബുക്കിലെ ഈ ചിത്രം നോക്കൂ. ഇതിൽ 5 ലോഹങ്ങളാണ് പരീക്ഷണത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ലെഡ് എന്ന ലോഹം ഉപയോഗിച്ചില്ല. ലെഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ വേഗത ഈ ചിത്രം നോക്കി നിങ്ങൾ മനസ്സിലാക്കൂ. എങ്കിൽ ലെഡിനെയും കൂടി ഉൾപ്പെടുത്തി ക്രിയാശീലതയുടെ അവരോഹണക്രമത്തിൽ ഈ ലോഹങ്ങളെ നമുക്ക് എഴുതാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഹോംവർക്ക് ഉണ്ട്. അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ കുറിക്കണം. അതിൻ്റെ ഉത്തരം കണ്ടെത്തുകയും വേണം. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് സോഡിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്? വൈ ഈസ് സോഡിയം കെപ്റ്റ് ഇമ്മേസ്ഡ് ഇൻ കെറോസിൻ? 2. പുളിരുചിയുള്ള ആഹാര പദാർത്ഥങ്ങൾ അലൂമിനിയം പാത്രത്തിൽ സൂക്ഷിക്കാറില്ല. എന്തുകൊണ്ട്? വി ഡു നോട്ട് കീപ് സോർ ഫുഡ് ഇൻ അലൂമിനിയം വെസൽസ്. വൈ? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ സയൻസ് ഡയറിയിൽ കുറിക്കണം. ടീച്ചേഴ്സിനെ കാണിക്കുകയും ചെയ്യണം. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.